മോഹങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവരൊക്കെ ജീവിച്ചിട്ട് വലിയ പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേര് എബിൻ മാത്യു. സ്നേഹമുള്ളവരും ദേഷ്യമുള്ളവരും ഒക്കെ എന്നെ എബി എന്നാണ് വിളിക്കാറ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ മോഹം മുട്ടിട്ടത്. പള്ളിയിലച്ഛനാവണം. പിന്നെ മനസ്സിലായി ഇത് നമുക്ക് പറ്റിയ പണിയല്ലെന്ന്. അങ്ങനെ അച്ഛനെ റീപ്ലേസ് ചെയ്ത് SIയും SIയെ ഓവർടേക്ക് ചെയ്ത് ഡ്രൈവറും ഒക്കെയായി കാലം കടന്നുപോയി. അതിനിടയിൽ എപ്പോഴോ സിനിമ തലയ്ക്ക് പിടിച്ചു. മനസ്സിന്റെ മേച്ചിൽ പുറങ്ങൾ ആദ്യം ലാലേട്ടന് തീരെത്തില്ല. പിന്നീട് ദി കിങ്ങും കമ്മീഷണറും പോലെയുള്ള മാരക പടങ്ങൾ വന്നപ്പോൾ മമ്മൂക്കയും സുരേഷ് ഗോപിയും ഒക്കെ 10 സെന്റ് വീതം എഴുതി വന്നു. വളർന്ന് ഏതാണ്ട് 10-28 വയസ്സായപ്പോൾ ന്യൂ ജനറേഷന്റെ കാലമായി. ഇതിനിടയിലെന്നോ അറിഞ്ഞൊന്ന് കണ്ണാടി നോക്കിയപ്പോൾ എനിക്കും തോന്നി ഒരു സിനിമാ നടനായാലോ എന്ന്. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഈ വണ്ടി. സമയവും പോയി. ബൈക്ക് പോലും വരുന്നില്ലല്ലോ. ചേട്ടാ ഒരു ലിഫ്റ്റ് അവിടെ നീ പോടാ. അല്ല ചേട്ടാ ഒരു ലിഫ്റ്റ് ആ ഇൻഫോ പാർക്ക് വരെ. രക്ഷപ്പെട്ട്. എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കാം. നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ജോലി ചെയ്യാനോ സ്വറ പറയാനോ? ഡെയിലി സായിപ്പിനെ തെറിയട്ടോളന്നേ എനിക്ക് നേർച്ചയൊന്നുമില്ല. നീ കേൾക്കാൻ വേണ്ടി പറയുന്നേ. ചുമ്മാ പാടത്തും പറമ്പിലൊക്കെ കല്ലെറിഞ്ഞ് നടന്നവനെ കൊണ്ടുവന്ന് ഈസി മുറിയിലെത്തിയ ഇതിലപ്പുറം സംഭവിക്കും. അതെ, അധികം അങ്ങോട്ട് ആളാവല്ലേ. തന്റെ തെറിയാട്ടോളാന്ന് എനിക്ക് നേർച്ചയൊന്നുമില്ല. എങ്കിൽ പൊക്കോടാ. കണ്ട സിനിമാക്കാരുടെ പുറകെ ചാൻസും തെറ്റി നടക്ക്. അത് വേണ്ട. സിനിമയും സിനിമാക്കാരൻ തൊട്ടുള്ള കളി വേണ്ട. ഓ, ഒരു സിനിമാക്കാരൻ പോയി പണിയെടുക്കടാ. മിസ്റ്റർ അഭിലാഷ്, നാളത്തെ സൂപ്പർ സ്റ്റാറിനെയാണ് നിങ്ങൾ അപമാനിച്ചിരിക്കുന്നത്. അത് മറക്കണ്ട. ഒന്നിറങ്ങിപ്പോടാ. ഒരു സൂപ്പർ സ്റ്റാർ ഷടപ്പൂല്ലേ. മേലാളന്മാർക്ക് കള്ളു വാങ്ങിക്കൊടുത്തും കാലു നക്കിയും നീ ഉണ്ടാക്കിയെടുത്ത ഈ കസേര ഉണ്ടല്ലോ, ഈ നാട്ടിലെ പാവപ്പെട്ട സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്റെ മേൽ കുതിര കയറാനുള്ള അധികാരം നിനക്ക് സമ്മാനിക്കുന്ന ഈ കസേര അങ്ങ് അമേരിക്കയിലും യൂറോപ്പിലുമുള്ള സായിപ്പന്മാർക്ക് പല്ലട കുത്താനും അണ്ടർവെയറിന്റെ ഹുക്ക് അഴിക്കാനുമുള്ള സോഫ്റ്റ്വെയർ പടച്ചു കൊടുക്കാനുമായി ഉറക്കം വിളിക്കുന്ന സ്വന്തം സഹപ്രവർത്തകരുടെ കുതികാൽ പോലും വെട്ടാൻ മടിയില്ലാത്ത നിന്നെ പോലുള്ള തേർഡ് റേറ്റ് ചെറ്റകൾക്ക് ആ പേര് ചേരൂ. മനസ്സിലായോടാ? ഏത് പേര്? ഭണ്ഡാരടങ്ങാൻ എന്തൊക്കെയാണോ പറഞ്ഞത്. മച്ചാനെ, നമ്മുടെ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടാ. ആ തെണ്ടിയുടെ കയ്യിൽ വറക്കണിയിലും ഭേദം വല്ല പോത്തിനെ തീറ്റി നടക്കണം. എന്തു പറ്റി? ബില്ലാതെ ഗെറ്റൗട്ട് അടിച്ചാ? അതിൽ ലാതന ഒന്നുകൂടെ എനിക്കണം. ഇതെന്റെ തീരുമാനമാണ്. എന്റെ പ്രൊമോഷൻ ഊഞ്ഞാലാക്കി അവനോടുണ്ടല്ലോ ദൈവം ചോദിച്ചോളൂ. എന്റെ പെണ്ണിനെ തൊട്ടിയെടുത്തിട്ട്
എക്സ്ക്യൂസ് മീ, യെസ്. ഞാൻ സീറ്റ് ലൊക്കേഷൻ എവിടെയാ റിക്വസ്റ്റ് കൊടുക്കേണ്ടത്? അത് HR ആപ്പിൽ കയറി അപ്ലൈ ചെയ്താൽ മതി, ഞാൻ അപ്രൂവ് ചെയ്തേക്കാം. ഓക്കെ ഷുവർ. ന്യൂ ജോയിനിങ്ങാ അനുശ്രീ. ഹായ്, ഐ എം ബിൻ മാത്യു. ഹലോ. എന്നെ പോലൊരു ടീം ലീഡറിന്റെ കീഴിൽ കുട്ടിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നോർക്കുമ്പോൾ ആ അതേതായാലും ഭാഗ്യമായി. എന്തോ തള്ളിക്കോ. ഇയാൾക്കറിയോ, ഞാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ഓഫീസിൽ ആകെ ബഹുമാനമുള്ളത് ഇവനോടാ. അതെ. എന്താണെന്നറിയോ? ചോദിക്കേ. എന്താ? ഇവൻ ഒരു സിനിമാ നടനായതുകൊണ്ട്. സത്യമായിട്ടും? ആ. അതേത് പടത്തിൽ അഭിനയിച്ചേ? അയലത്തെ അദ്ദേഹം. അതിൽ വീഡിയോ ഷോപ്പിൽ വന്നിട്ട് ജഗതിയോട് ടോമാഞ്ചേരി ഉണ്ടോ എന്ന് ചോദിക്കുന്നൊരു കുട്ടിയില്ലേ? ഉണ്ട്. ആ കുട്ടിയാണ് വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ പട്ടി. റിയലി? ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. ആ എബി ഇവിടെ ഉണ്ടായിരുന്നോ? പോയെന്ന് കരുതി ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ശവം. എന്നാ. ഓ, പ്രൊമോഷൻ ആണല്ലേ? ടെർമിനേഷൻ. താൻ ഇതിലപ്പുറം ചെയ്യടോ സോഫ്റ്റ്വെയർ കോപ്പ. ദേ കൊച്ചേ, ഇവനെ സൂക്ഷിച്ചോ കേട്ടോ. തന്നെ ഇവിടെ എടുത്തത് വിവരം മാത്രം കണ്ടിട്ടായിരിക്കില്ല. ഞാൻ സ്നേഹിച്ചവനെ തട്ടിയെടുത്ത മഹാനാണ് ഇവൻ. ചുമ്മാ പറഞ്ഞതല്ല, ദോണ്ടിരിക്കുന്നു ആ മൂലയ്ക്ക് പൊടിയെടുത്ത്. ഡേഡി, നീ സ്ഥലം വിടാൻ നോക്ക്. ഓ, അപ്പോ ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ 5 കൊല്ലത്തെ കീബോർഡ് കുത്തിന് ഒരു അവസാനമായല്ലോ. നിങ്ങളെയൊക്കെ ദൈവം രക്ഷിക്കട്ടെ. ഏവാടെന്ന് എന്നാ ഇതിവിടെ കൊണ്ടോ. നിന്നെ മാറ്റോ കൊണ്ട് കുറേ. ശരി. ഇതെന്റെ അല്ലേ? അയ്യ, എന്നെ ഈ ജോലി കളയാൻ പ്രേരിപ്പിച്ച ഒരു സംഭവമുണ്ട്. നേരം വെളുക്കോളം കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കുന്ന സോഫ്റ്റ്വെയർ പുലികളെ മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ഇതിലൊന്നും പെടാത്ത മറ്റൊരു വിഭാഗമുണ്ട്, ഒഴുക്കിൽപ്പെട്ട പൊങ്ങുതടി പോലെ. മാസാവസാനം കയ്യിൽ വരുന്ന ഗാന്ധിജിയെ മാത്രം ലക്ഷ്യം വെട്ട് മരിച്ച് ജീവിക്കുന്നവർ. ഞാൻ അങ്ങനെയാണോന്ന് ചോദിച്ചാൽ എന്തോ എനിക്കറിയില്ല. പക്ഷേ സിനിമ എന്ന് കേട്ടാൽ ചാകും. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും കഥകൾ പറയാൻ ചില സംവിധായകർ എൻ്റെ കമ്പനി പരിസരത്ത് ചുറ്റിത്തിരിയാറുണ്ട്. അങ്ങനെ ഒരു ദിവസം കുറച്ച് ലേറ്റായി. അച്ഛനോട് പറ പൈസ ബാങ്കിലിട്ടിട്ടുണ്ടെന്ന്. പിന്നെ ATM ഉപയോഗിക്കാൻ ഇനിയും അറിയില്ലെങ്കിൽ അപ്പുറത്തെ ചിന്നുവിനെ വിളിച്ചുകൊണ്ട് പോകാൻ പറ. ആ, അമ്മേ ഞാൻ പിന്നെ വിളിക്കാം. അമ്മേ, ഷൂട്ട് തുടങ്ങും. ആ പിന്നെ വിളിക്കേ. ഹലോ രഞ്ജിയേട്ടാ. ആ ഇല്ല ഷൂട്ട് ഇൻഫോ പാർക്കിൻ്റെ അടുത്ത്. ആ ഇല്ലെന്നേ, കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കേ. ദിലീപ് ഏട്ടനോട് ഞാൻ പറഞ്ഞോളാം. ആ കുഴപ്പമില്ലെന്നേ. ഓക്കെ. സാറ് ഷൂട്ടിങ്ങിൻ്റെ ആളാണല്ലേ? പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ചന്ദ്രൻ കുസുമഗിരി. തീപ്പെട്ടി ഉണ്ടോ കയ്യിൽ? ആവശ്യത്തിന് നോക്കും. ചേട്ടാ, ആ തീപ്പെട്ടി ഒന്ന്. അയ്യോ, തീപ്പെട്ടി ഇല്ലല്ലോ സാറേ.
എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്നു. ഒന്ന് ചുമ്മാ ഇരി ചേട്ടാ. എടുക്കല്ലേ? അപ്പൊ ഇതോ ആ ഉണ്ടായിരുന്നു. ഞാൻ എന്താ ഷടേന്നോട്ട് തന്നേക്കാം. അത് വേണ്ട സാറേ, അതിന്റെ കാശിങ് തന്നേരും. കാശോ ചേട്ടാ, ഇതിലാകെ ഒരു കൊള്ളിയല്ലുള്ളൂ. സാറ് കാശ് താ സാറേ. എന്നാ? ഇതെന്നാ 2 രൂപയാണ്? പിന്നെ 2 രൂപയ്ക്ക് 2 തീപ്പെട്ടി കിട്ടുമല്ലോ. എന്നാ സാറ് പോയി വാങ്ങിച്ചോ. വെറുതെ ജോലി മെനക്ക്. തനിക്ക് എത്ര വേണം? ഒരു 100 രൂപ തന്നു പോ സാറേ. 100? ആ ആ കൊണ്ട തിന്ന്. എന്നെ ദൈവത്തെ. ഇതാ സാർ തീപ്പെട്ടി. ഇനി വേണ്ടടോ, കിട്ടി. ആ സാർ ഞാൻ ഹാ തന്നോടല്ലോ വേണ്ടെന്ന് പറഞ്ഞേ. അതല്ല സാർ, സാർ എൻ്റെ മുഖത്തേക്ക് നോക്കി. എങ്ങനെയുണ്ട് സാർ? താനെന്താ ആളെ കളിയാക്കുവാ? അയ്യോ അല്ല സാർ, ഞാൻ ഭാവങ്ങൾ അഭിനയിച്ച് കാണിക്കായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സാർ ഒരു നടനാകണമെന്ന്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ റെഡിയാണ് സാർ. ഏതറ്റം? അറ്റത്ത് പോയിട്ടൊന്നും ഒരു കാര്യമില്ലടോ. അതിനു വേണ്ട നല്ലൊരു തുടക്കമാ. അതെ സാർ, സാർ വിചാരിച്ചാൽ. താൻ ഒരു കാര്യം ചെയ്യ്, വൈകിട്ട് ഖുശ്ബു ബാറിലേക്ക് വാ. എന്താ? ഖുശ്ബു ബാർ മനസ്സിലായില്ല? ഖുശ്ബു ബാർ വൈകിട്ട് 7 മണിക്ക് അവിടെ. ആ എവിടെയായിരുന്നു താൻ? എന്നെ കാണാത്തറ ഞങ്ങൾ തുടങ്ങി. ആ ഇരിക്കേ. ആ എബിയുടെ ബ്രാൻഡ് ഏതാ? അയ്യോ ഞാൻ കഴിക്കില്ല. ആ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു ബിയറെങ്കിലും കഴിക്കണം. എടോ ഒരു ബിയർ ഇങ്ങോട്ടെന്നേ. നമുക്ക് ഈ എബി എന്ന പേര് മാറ്റി നല്ല കിടിലം പേരിടണം, അല്ല ചന്ദ്രേട്ടാ? അതെ, ഈ പൃഥ്വിരാജ് നേമ്പോളി എന്നൊക്കെ പോലെ. പിന്നെ സാറേ, എനിക്കങ്ങനെ അഭിനയിച്ച എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതാർക്ക് വേണോടോ? പക്ഷേ എനിക്ക് നല്ല ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ഓവർ കോൺഫിഡൻസോ? അല്ല, കോൺഫിഡൻസ് എന്നാ ഉദ്ദേശിച്ചത്. ഓവറായില്ലേ? മതി, കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. എടോ കണ്ട അണ്ടനും അഴകോടനും ഒക്കെ കയറി നായകനായിട്ട് അഭിനയിക്കുന്ന കാലമാ. താൻ ഈ പറഞ്ഞ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു പിടി പിടിക്കാമെന്നീ. ആദ്യം ഇത് അങ്ങോട്ട് പിടി. പിന്നെ എബി, ഈ നിഷാന്ത് ഒരു സിനിമ ചെയ്യാൻ പോവാ. 3 നായകന്മാരല്ലേ? ആ 3ാമത്തെ നമുക്ക് എബി ആക്കിയാലോ? അത് ശരിയാ. ശരിക്കും? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതിന്റെ പ്രൊഡ്യൂസർ പുതിയ ആൾക്കാരോട് പൈസ മേടിക്കും. അല്ലേലും അയാൾ ഒരു നാറി. അത് പിന്നെ ഫീൽഡിൽ ഇതൊക്കെ സാധാരണമാ. അത് പിന്നെ എമൗണ്ട് എത്രയാ? ഓ, ഒരു 10 രൂപ. ഓ, അത് കുഴപ്പമില്ല, അത് ഞാൻ സംഘടിപ്പിച്ചോളാം. ഞാൻ പറഞ്ഞില്ലേ എടോ എബി, തന്റെ സമയം തെളിഞ്ഞെന്ന് കൂട്ടിക്കൊണ്ടാ മതി. ഈ പടം വിജയിക്കുമല്ലോ. പിന്നെ അതെ, ഈ എബി പിന്നെ ആരാ? അടുത്ത 2 പടോടെ കഴിഞ്ഞു കഴിഞ്ഞാ ഇപ്പം മുടക്കുന്നതിന്റെ 10 ഇരട്ടി ഇങ്ങോട്ട് കിട്ടുകയല്ലേ? കൂടാതെ പ്രശസ്തി, പണം, പെണ്ണ്, മണ്ണ്. നോക്കിക്കോ, തന്നെ ഞങ്ങളൊരു കിടുക്കൻ സ്റ്റാറാകും. അതെ അതെ, പക്ഷെ കാശ് ഉടനെ ഉണ്ടാക്കണം. അതെ അതെ, ഈ ചാൻസിനായിട്ട് എത്ര പേര് ഇടിച്ചിടിച്ച് നിക്കണേന്നറിയോ? എവിടെ? അത് കുഴപ്പമില്ല സാറേ, 10,000 രൂപയുടെ കാര്യമല്ലേ, അത് ഞാൻ ഏറ്റു. 10,000 അല്ലടോ, 10 ലക്ഷം. 10 ലക്ഷം? ഈശ്വര. ചന്ദ്രേട്ടാ പോകണ്ടേ? പിന്നെ പോണ്ടേ? എടോ ബില്ലെടുത്തു.
എടോ എബി ബില്ലൊന്ന് സെറ്റിൽ ചെയ്തേരാ കേട്ടോ. സാർ ബില്ല്. എബി, എന്തടി? അഭിലാഷ് വിളിക്കുന്നുണ്ട്. ഓക്കെ, വാ വാ, പെട്ടെന്ന് വാ. Come on guys. Sit. Please take a seat. അവൻ്റെ അമ്മൂമ്മയുടെ ഒരു ഗൈസ്. We got wonderful comments from on site and they appreciate your work. Tanya, especially നിന്റെ കാര്യത്തിൽ ക്ലയന്റ് വളരെ ഹാപ്പിയാണ്. താങ്ക് യു സർ. Good. അതെപ്പോഴും അങ്ങനെയാണല്ലോ, തല്ല് കൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരും. Hello. Hi Richard. How are you? Yes. Yeah. ഇപ്പം ടെക്നിക്ക് പിടികിട്ടി. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ കൂടെ റാ എന്ന് ചേർത്ത് പറഞ്ഞാൽ സായിപ്പിൻ്റെ ഇംഗ്ലീഷായി. Yeah, sure. We have Miss Tanya and Tim here. ടാനിയ ആൻറ്റി, ഞാനെന്താ രണ്ടാം കിട്ടിയോ? You may please talk to her. Tanya? ഹായ് റിച്ചാർഡ്. ഫൈൻ, താങ്ക് യു. ഓ യു നോട്ടി. മതിയടി ഒലിപ്പിച്ചത്. ഓക്കെ. So what I'm saying is, I have promised the client to finish the work by tomorrow. Are you okay? ഓക്കെ. Good. എക്സ്ക്യൂസ് മീ. ഹലോ എബി, താൻ എവിടെയാ? അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ. പറയൂ സാർ. ഓക്കെ, പെട്ടെന്ന് വേണം. ശരി സാർ. ഇത് വളരെ അർജന്റ് ആണ്. See again I tell you, ഇത് വളരെ വളരെ അർജന്റ് ആണ്. You said it. Yes, Abhi, what I was trying to say is... Sorry, I have some work now. Work? What work you will get other than this? See, I was telling Tanya to finish this work tonight itself. And that too without going home. But I have to go now. Hey, Abhi, wait. Nikkan. Idiot. ഓ, ഈ മോന്തലോട്ട് മീശ ഒട്ടുന്നില്ലല്ലോ. പ്രൊഡ്യൂസറായിട്ട് ഈ കരിമന്തി അല്ലാതെ വേറെ ആരും കിട്ടില്ല നിശാന്തേട്ടാ. കരിമന്തി നിന്റെ കള സന്തോഷേ, അയാളൊരു തമാശ പറഞ്ഞാൽ. തമാശ 10-30 തെങ്ങ് ഇട്ടാച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. തെങ്ങ് അവിടെ തന്നെ ഇല്ല സന്തോഷേ, നാളെ ആയാലും കയറാലോ. ഇതിപ്പോ അങ്ങനെയാണോ? 30-300 തെങ്ങ കയറി കിട്ടുമോ? ഇത്രയും കാശ് കിട്ടിയാ മതി. ദേ, എന്റെ പണി കഴിഞ്ഞു കേട്ടാ. Coconut tree, the wind fan. Coconut tree is climbing more. Coconut tree is wind the fan. Coconut tree. Coconut tree. ആഹാ, ആളാകെ മാറിപ്പോയല്ലോ. ഇപ്പം ശരിക്കും ഒരു പ്രൊഡ്യൂസറായി. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? ഇടാ, അവനിപ്പോ ഇങ്ങനെ വരും. എന്നാ താനപ്പുറത്ത് മുറിയിലേക്ക് പോക്കോ. നിങ്ങൾ വേഗം റെഡി ആയിട്ടിരുന്നു. വാ. വാ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. സ്ഥലം എവിടെയാന്നാ പറഞ്ഞേ? സ്വന്തം നാട് പത്തനംതിട്ടയാണ്, മല്ലപ്പള്ളി. അറിയാം. അങ്ങോട്ടേക്ക് ഈ മണ്ടരിയുടെ ശല്യം കുറവല്ലേ? എന്താ സാറേ? അത് ഈ ക്ലൈമറ്റിന്റെ കാര്യം പറഞ്ഞ. മല്ലപ്പള്ളിയിലൊക്കെ ആവുമ്പോ നല്ല ക്ലൈമറ്റ് ആയിരിക്കും അല്ലേ? എന്നാ ഞാൻ ഭാവങ്ങൾ കാണിക്കട്ടെ സാറേ? ഓ, കാണിച്ചോ. ഞങ്ങളും പാവങ്ങളൊക്കെ തന്നെയാണേ. ശരി സാർ, കാണിക്കാം സാർ. താങ്ക് യു സാർ. ഇതാണ് ഈ IT പിള്ളേരുടെ കാര്യം. കിട്ടാൻ പോണ പണി എന്താണെന്ന് പോലും ചിന്തിക്കാതെ വെറുതെ താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചു നോക്കണം സാർ, എൻ്റെ കാര്യത്തിൽ ഒരു സംശയവും സാറിന് ഉണ്ടാവാൻ പാടില്ല. ഞങ്ങളുടെ കാര്യത്തിൽ തനിക്കും. എന്നാ താൻ ആ കരണം ഒന്ന് കാണിച്ചേ.
സാർ ഇനി ആ രൗദ്രം. ഓക്കെ. ശൃംഗാരം. ഓക്കെ. എന്തുവാണ് ഇത്? സാറേ ശരിക്ക് കണ്ടോ, ഇതാണ് ബീഭത്സം. കടിക്കുവോ? എങ്ങനെയുണ്ട് സാറേ? ഹാ, വാ 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 വാ, സൂപ്പർ ആയിരിക്കുന്നു അല്ലേ? പിന്നെ എങ്ങനെയുണ്ട് സാറേ നമ്മുടെ പയ്യൻ? രക്ഷപ്പെടുവോ? മണ്ടയിൽ ഇത്ര തുരിശും കുമായും ചേർത്തടിച്ചാൽ രക്ഷപ്പെടും. ചിലപ്പോ സാർ ഇങ്ങനെയാ, ഭയങ്കര കോമഡിയാ. അപ്പൊ എന്റെ അഭിനയം ഇഷ്ടായല്ലേ? പിന്നെ നല്ല ചോദ്യമായി. ആ സാറേ, പിന്നെ മറ്റേ പൈസയുടെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അതിപ്പോ പറയാൻ എന്തിരിക്കുന്നു, കേറ്റക്കൂലിയാണേ 40. കേറ്റക്കൂലിയോ? സിനിമയിലേക്കുള്ള എൻട്രിയുടെ കാര്യമാ സാർ ഉദ്ദേശിച്ചത് അല്ലേ? അതെ 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 അതെ. പിന്നെ 40 എന്ന് പറഞ്ഞത്? അത് പിന്നെ സാധാരണ ഹീറോ ക്യാരക്ടറിന് 40 ലക്ഷം ഒക്കെയാണ്. ഇത് പിന്നെ എബി നല്ല ടാലന്റ് ആക്ടർ ആയതുകൊണ്ട് സാർ സമ്മതിച്ചല്ലേ? താങ്ക് യു സാർ. ഇറ്റ്സ് ഓക്കെ. അപ്പോ കാശ് ഇപ്പൊ തന്നെ തരാം സാർ. ബാംഗ്ലൂർ ഒന്ന് വന്നാൽ മതി. ഓ അതിനെന്താ, എന്നാ പോയിട്ട് വരാം. ശരി, എന്നാ വായ ബി പോവാം. എന്നാ ഞാൻ പറട്ടെ സാർ. ഇനിയും വരുന്നുണ്ടോ? പറയാം. എന്നാ പിന്നെ എബി ചെല്ല്. വാ 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 വാ. അപ്പൊ കാശ് കിട്ടുമല്ലേ? മിണ്ടരുത്, ഇപ്പൊ അവ കുളമാക്കാനെ. ഏയ് എബി, ഓ, ഈ തണ്ടിയുണ്ടോ കൂടെ? നിനക്ക് എന്താടാ പറ്റേ? നീ ജോലി വിടാൻ തന്നെ തീരുമാനിച്ചോ? യു ജസ്റ്റ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്, ഓക്കെ? ഓ കമോൺ എബി, ഇത് തന്നെ നിന്റെ എപ്പോഴത്തെ പ്രശ്നം. തോന്നിയതുപോലെ ജീവിക്കും, ആരും ഉപദേശിക്കുന്ന ഇഷ്ടമല്ലല്ലോ. നമ്മുടെ ബന്ധം സ്പോയിൽ ആവാനുള്ള കാരണവും അത് തന്നെയായിരുന്നല്ലോ. അതെ, നിനക്കിപ്പോ എന്താ വേണ്ടത്? വീണ്ടും ഉപദേശിക്കാൻ ഇറങ്ങിയിരിക്കണോ? അയ്യോ അല്ല, എബി തിരിച്ചു വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വന്നതാ. വേണമെന്നില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പെട്ടെന്നെന്താ ഇല്ലാത്തൊരു സ്നേഹം? ഒന്ന് വേഗം ആട്രാ. ഇതാ കഴിഞ്ഞു. അല്ലേ എന്തേട്ടാ, ആ ദാസപ്പൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഒന്ന് പോടാ അവിടുന്ന്. ഇനി അവനും കൂടെ കൊടുക്കാത്തതിന്റെ കുഴപ്പമുള്ളൂ. അത് ശരിയാ, അവൻ പോട്ടെ, നമുക്ക് 50-50 എടുക്കാം. എങ്ങനെ 50-50? നമുക്ക് എന്നാ പിടി. അല്ല എന്തേട്ടാ, ഇത് 1 ലക്ഷമല്ലേ ഉള്ളൂ? ആ പിന്നെ എത്ര വേണം ചേട്ടാ? ഇത് കുറഞ്ഞു പോയി, ഒരു 4എങ്കിലും. ആഹാ, തന്നത് തന്നെ കൂടി പോയല്ലോന്ന് ഇപ്പൊ എന്റെ വിഷമം. സെറ്റില് ഫീൽഡ് ക്ലിയർ ചെയ്യാൻ നിന്നവനെയൊക്കെ പിടിച്ച് അസോസിയേറ്റ് ആക്കിയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ചന്ദ്രേട്ടാ, എന്നോട് ക്ഷമിക്കണം.
എടോ താൻ ആ പ്രൊഡ്യൂസർ ബേബിച്ചനല്ലേ? അയ്യോ എന്റെ പൊന്ന് സാറേ, ഞാൻ പോലീസ് ബേബിച്ചതൊന്നുമല്ല, ദാസപ്പനാ. അയ്യോ പൈസയൊക്കെ അവന്മാരെ എനിക്കുള്ള കാശും കിട്ടിയില്ല. സത്യമായിട്ട് എനിക്കൊന്നും അറിയത്തില്ല. കാശ് കിട്ടിയാൽ ഞാൻ ഈ പണിക്ക് ഇറക്കുവോ? എവിടെയാണോ ആ പന്നന്റെ വീട്? ചന്ദ്രൻ കുസുമഗിരിയുടെ ആ കാർണിവോ ഫ്ലാറ്റ് കഴിഞ്ഞ് 4ാമത്തെ വീടാ സാറേ. അവന്റെ ഒക്കെ അമ്മയുടെ നിർത്തിക്കേ, ഇത് തന്നെ വീട്. ചേട്ടാ പെട്ടെന്ന് വേണം. എന്തു പറ്റി? ആ ചന്ദ്രൻ പറ്റിച്ചു ചേട്ടാ. മിണ്ടരുത്, എന്റെ കാശറാ. എല്ലാം നാരി കൊണ്ടുപോയി. കണ്ടില്ലേ എന്നെ അവൻ. പറയടാ, അവൻ എങ്ങോട്ടാ പോയത്? റെയിൽവേ സ്റ്റേഷനിലേക്കാ. ഉടനെ എന്നാ നമുക്കവനെ പിടിക്കാം. വിട്ടരുത്താപ്പാ നീ. ഞാനും വരാം, ഈ കെട്ടൊന്നും ഒഴുകി. എല്ലാരും കൂടി ഉടായ്പ കാണിച്ചിട്ട് പോ. ബാക്കി ഞാൻ വന്നിട്ട്. ചേട്ടാ വണ്ടി എടുത്തോ. ചേട്ടാ സാറേ വണ്ടി നിർത്തിക്കേ സാറേ, എന്റെ വണ്ടി സാറേ. എന്ത് പറ്റി? ഒരുത്തരം ഓട്ടം വിളിച്ചാ. എന്നിട്ട് ഞാൻ മൂത്രമൊഴിച്ച് വരുമ്പോഴേക്കാണല്ലോ ഓട്ടം കൊണ്ടുപോയി. താൻ വണ്ടിയിലോട്ട് കയറ്. ശരി സാറേ. ആ സിബും കൂടി ഇട്ടേക്ക്. വണ്ടി എടുക്കും. വണ്ടി നിർത്തടാ. ചന്ദ്രൻ ചെറ്റാടാ. ചന്ദ്ര പുല്ലടാ, നിർത്തടാ വണ്ടി. പോടാ, വണ്ടി നിർത്തടാ. ചന്ദ്രൻ ചെറ്റേ കാശ്. നിർത്തടാ. കള്ളൻ പിടിക്കാവനെ. പോലീസ്. സാറേ ഇതാണ് സാറേ എന്റെ വണ്ടി. അനുപിടിക്കാൻ നിർത്ത് സാറേ, നിർത്ത്. എന്റെ കൃഷ്ണ കിട്ടി. ഇങ്ങോട്ട് ഇറങ്ങി വാടാ സാറേ. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് മാറിക്ക്. സാറേ എന്റെ പൈസ ഇങ്ങോട്ട് പോയി സാർ. ഏത് പൈസ? അപ്പോ 10 ലക്ഷം രൂപ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കൊണ്ടുപോയി അല്ലേ? ഏതായാലും നീ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്റെ മുമ്പിൽ തന്നെ വന്നു വെട്ട് നന്നായി. ഇല്ലെങ്കിൽ നീ വല്ല മോഷണ കുറ്റത്തിനകത്തായി പോയന്. സിനിമാക്കാരനാകാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാടാ വീട്ടുകാരുടെ കാശും കളഞ്ഞ് എഞ്ചിനീയർ ആവാൻ പോയത്? മാത്യു സാർ ഞങ്ങൾക്ക് വെറും ഒരു അധ്യാപകൻ മാത്രമായിരുന്നില്ല, ജീവിതത്തിന്റെ വഴികാട്ടി കൂടിയായിരുന്നു. ആ വലിയ മനുഷ്യന്റെ മകനായി നീ ഇങ്ങനെ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഡ്രീം ഇറ്റ്, എയിം ഇറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ്. വേണം, അങ്ങനെ തന്നെ വേണം. പക്ഷേ അതിനിടയിൽ നമ്മുടെ കടമ മറക്കരുത്. സമൂഹം, കുടുംബം, അങ്ങനെ ഓരോന്നും. ഫസ്റ്റ് ബി എ ഹീറോ ഇൻ യുവർ ലൈഫ്. അപ്പോഴാണ് സിനിമയിലെ നായകന് കൂടുതൽ കയ്യടി കിട്ടുന്നത്.
ഇറങ്ങി പോടാ. ഒരു സിനിമാക്കാരൻ വന്നിരിക്കുന്നു. നോക്കിക്കോ, തന്നെ ഞങ്ങളൊരു കിടുക്കൻ സ്റ്റാറാക്കും. ഈ എബി പിന്നെ ആരാ? അടുത്ത 2 പടോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുടക്കുന്നതിന്റെ 10 ഇരട്ടി ഇങ്ങോട്ട് കിട്ടുകയല്ലേ? ഫസ്റ്റ് ബി എ ഹീറോ ഇൻ യുവർ ലൈഫ്. അപ്പോഴാണ് സിനിമയിലെ നായകന് കൂടുതൽ കൈയടി കിട്ടുന്നത്. മോനെ കൈ നോക്കി ഭാവി പറയും. അമ്മച്ചി പോയാട്ടെ, വെറുതെ ഇരിക്കാനും സമ്മതിക്കില്ല തള്ള. മോനെ ഒരു വിഷമം അലട്ടുന്നുണ്ട്, ശരിയല്ലേ? അതെ, അല്ലെങ്കിൽ പിന്നെ ഈ കുരിശടിയിൽ ഒന്നും ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതുവരെ ഞാൻ ഭാവി പറഞ്ഞ ഒന്നും തെറ്റിയിട്ടില്ല. ദാ പറയ്, ധനനഷ്ടം, മാനഹാനി, ജോലിയില്ല, എന്താന്നും പറയാത്തെ? നെല്ലുകുഞ്ഞ പറയട്ടെ, കുഞ്ഞിന് രാജയോഗമുണ്ട്. ഓ ആയിക്കോട്ടെ. അടുത്ത ഉടായിപ്പ്. ഹലോ, നിന്റെ കാശും കൊണ്ടുപോയ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ കിട്ടി. ഓ സാർ, അപ്പൊ എന്റെ കാശ് കിട്ടി, പക്ഷേ മുഴുവനും കിട്ടിയില്ല. കുറച്ചവൻ ചെലവാക്കി കളഞ്ഞു. ഒരു 500 രൂപയുടെ കുറവ്, അത്രേ ഉള്ളൂ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. എന്നാ സ്റ്റേഷനിലോട്ട് വാ. ചേട്ടാ ചായ. നല്ലോണം മധുരം ഇട്ടിട്ടുണ്ടേ. അയ്യാടാ, അവളുടെ ഒരു കൊഞ്ചല്. പോയേ ഈ ചേട്ടനിപ്പോ ഒരു സ്നേഹവും ഇല്ല. എന്നോട് ചൂടാണത്. ഓക്കെ അല്ലേ? ഓക്കെ ശരി. ബ്രേക്ക് ആയിട്ടില്ല, എന്റെ പഴംപൊരി അവിടെ വെച്ചേക്കണം. ഓക്കെ. മൊബൈൽ സാറേ, ആഡിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഏതാടാണ്? സീസൺസ്. ഇതാണല്ലേ പ്രൊഡക്റ്റ്? സീസൺസ്. അതെ സാർ. ഷൂട്ട് കഴിഞ്ഞാണോ? താങ്ക് യു സാർ. തെങ്ങ സാറേ, അതെ, അടുത്തത് തെങ്ങ കയറുന്ന സീനാ. തെങ്ങ കയറാനോ? അതൊന്നും പറ്റില്ല. അല്ല, അത് പിന്നെ സാറ് ഫിറോസ് ഭായ്, ആ തെങ്ങ കയറുന്ന സീൻ ഡ്യൂപ്പിട്ടാ മതി. ഓ അതിനെന്താ, എല്ലാം ഡ്യൂപ്പ് ചെയ്യാനാണ്. ഇവനൊക്കെ നടനാന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാ? സുരാജേ, നമ്മുടെ എബിച്ചേട്ടനൊരു ഡ്യൂപ്പ് വേണം. ശരി. അല്ല സാർ, എന്താണോ? എബി സാറിന് ഒരു കരിക്ക് വേണമെന്ന് പറഞ്ഞു. താനൊക്കെ അസോസിയേറ്റോ അതോ? ഏതായാലും ഡ്യൂപ്പ് തന്നെ കയറുമല്ലോ, അന്നേരം ഇടാ കരിക്ക്. താൻ ചെല്ല്. എല്ലാ കുരിശും എനിക്ക്. സാറേ, 2 പേര് കാണാൻ വന്നിട്ടുണ്ട്. ആരാ? അറിയില്ല. ഫിറോസ് ഭായ്, എനിക്കിവിടെ വേറെ ഷോട്ടില്ലല്ലോ. ഇനിയിപ്പോ നമിതയുടെ വീട്ടിലെ സീനേ ഉള്ളൂ. അപ്പൊ എന്നെ വിളിച്ചാൽ മതി. ശരി, ഞാൻ റൂമിൽ കാണാം. എബി, ശരി. കഴിഞ്ഞിട്ടേ ഉള്ളൂ, വിളിക്കാം. സാറേ, ഡ്യൂപ്പ് റെഡി. ഇതാണ് എബിയുടെ ഡ്യൂപ്പ്. നല്ല ചേർച്ച. താങ്ക് യു സാർ. തന്നെയൊക്കെ ആരോടോ അസോസിയേറ്റ് ആക്കി? ഞാൻ തെങ്ങ കയറും സാറേ. ഒന്ന് പൊയ്ക്കിടൂ.
അപ്പൊ തേങ്ങ കേട്ടണ്ട. തൊപ്പിയും വെച്ച് കാണുന്ന അവിടെ തന്നെ സംവിധായകനാവുന്ന ഇവൻ്റെയൊക്കെ വിചാരം. ദേ എബി വരുന്നു. വാ എബി. എബി ഇപ്പൊ ഒത്തിരി സന്തോഷം തോന്നുന്നടാ. ഏതായാലും നീ ആഗ്രഹിച്ചതിനെ നേടിയല്ലോ. എടാ ഒരു ഫോട്ടോ. നീ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ലടാ. വാ. അയ്യോ സാറേ എടുക്കല്ലേ. ആ ഇനി എടുത്തു.